സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ ഹരിയാനയിൽ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഹരിയാനയിൽ സംഭവിക്കുന്നത്? ഹരിയാനയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. രതിയ എം.എൽ.എ ലക്ഷ്മൺ നാപ്പ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. രതിയ സീറ്റിൽ സുനിത ദുഗലിനെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ലക്ഷ്മൺ നാപ്പ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. വിഷ്ണു തലവൂരിനെ പ്രതീക്ഷിക്കുകയാണ് ടെലിഫോൺ ലൈനിൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പിക്ക് തലവേദനയായിക്കൊണ്ട് രതിയ എം.എൽ.എ ലക്ഷ്മൺ നാപ്പ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് തന്നെ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ സീറ്റ് ഇദ്ദേഹത്തിന് തന്നെ ലഭിക്കുമെന്നായിരുന്നു ഒരു പ്രതീക്ഷ. എന്നാൽ ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി സുനിത ദുഗലിനെ പ്രഖ്യാപിച്ചു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടിയാണ് ലക്ഷ്മൺ നാപ്പ രാജിവെച്ചിരിക്കുന്നത്. വിഷ്ണു, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ഹരിയാനയിൽ നടക്കുന്നത്? വിനിഷ, തീർച്ചയായിട്ടും ഇന്നലെയാണ് ബി.ജെ.പി ഹരിയാനയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. 67 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരുന്നു ബി.ജെ.പി പുറത്തുവിട്ടത്. എന്നാൽ ഈ ഒരു പട്ടിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിമത നീക്കമടക്കം ഇത്തവണ ഹരിയാനയിൽ ശക്തമാണ്. നിലവിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് രതിയ എം.എൽ.എ ആയിട്ടുള്ള ലക്ഷ്മൺ നാപ്പ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ലക്ഷ്മൺ നാപ്പ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമടക്കം രാജിവെച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ രതിയ സീറ്റിൽ എം.പി ആയിട്ടുള്ള സുനിത ദുഗലിനെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മൺ നാപ്പ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്.